ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, എനിക്കെന്തോ ദേവിക ഡോക്ടറെ കാണുന്നതിൽ അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. ഒരു പ്രാവശ്യം മനസ്സിനുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ച് എന്റെ മോളെ ചതിച്ചവരല്ലേ അവര്. ഇനിയും അതിന് മുതിരുന്ന ആരാ കണ്ടത്? പിന്നെ മനസ്സിനെയും അവരായിട്ട് നല്ല ബന്ധത്തിലായിരുന്നല്ലോ മുമ്പ്. ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല മാഷെ, അത് ഉറപ്പാണെന്ന് പ്രിയാമണി പറയാണ്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അവര് ഇനൊരിക്കലും ഇഷിതുവിനെ ചതിക്കില്ലെന്ന്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. സുചിത്ര ചോദിക്കണ്ട്, ഇളയച്ചന് വേറെന്തോ ടെൻഷൻ ഉണ്ട്, അത് നമ്മുടെ പറയാത്തതാ. എന്തെങ്കിലും വെച്ചാ ആവട്ടെ, എനിക്ക് എന്റെ മോൾക്കും കുഞ്ഞും ഒരു ആപത്ത് വരാതെ ഇരുന്നാ മാത്രം മതി. മാഷെ, ഒന്നല്ല, നമുക്കിപ്പോ രണ്ടു പേരക്കുട്ടികളാ ഉണ്ടാവാൻ പോണത്. ഒന്ന് അശൂര പേരക്കുട്ടി, ഇപ്പൊ ഇഷിതക്കും പേരക്കുട്ടിയാവാൻ നമുക്കിനിയിപ്പോ ഇതിൽ കൂടുതൽ എന്ത് വേണം മാഷെ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോ ആകെ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, അത് ഈ സുജിയുടെ കാര്യത്തിലാ എന്ന് പ്രിയാമണി പറയുമ്പോൾ സുചിത്ര പറഞ്ഞ, അയ്യോ ഞാൻ ഇവിടുന്ന് പോവാണേ, ഇനി അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ തലയൂരും എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഇവിടുന്ന് പോവാണ്. മാഷ് പറഞ്ഞിട്ട്, അത് ശരിയാണ്, വിനോദിനെ മറക്കാൻ പറഞ്ഞ അവള് കേൾക്കൂല, വേറൊരു വിവാഹത്തിന് മുതിരണമില്ല, ഇവളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ എന്ന് മാഷു ഇങ്ങനെ പറയാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ്. രചന എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ. അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. എന്താ രചന, എന്തായാലും നിന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ള നിനക്ക് ആ സ്വപ്നവല്ലിയമ്മ ആ ഒരു മാല തന്നിട്ടേ ഇല്ലല്ലോ. എന്നിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഇഷിതയുടെ കഴുത്തിലേക്ക് ആ മാല, പാരമ്പര്യ മാല കെട്ടിത്തൂക്കി കൊടുത്തവര്. ഭയങ്കരം തന്നെ. എന്നാലും ഭയങ്കര കഷ്ടം തന്നെ നിന്റെ കാര്യം. അല്ല, നിനക്ക് ഇതേതിരെ എന്തെങ്കിലും നീക്കുപോക്ക് നടത്തുന്നുണ്ടോ? ആ മഞ്ജിമനെ വെച്ചിട്ടെന്നെങ്ങാനും അവളെ കൊണ്ടുവന്ന് ഒരു കാര്യമില്ല ആകാശ്. ഞാൻ അവൾക്ക് പറഞ്ഞതാണ്, ഇഷിതയായിട്ട് നല്ല നയത്തിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അവൾക്ക് അതിനെ കൊണ്ടൊന്നും കഴിയില്ല. ഒരു ക്ഷമയില്ല അവൾക്ക്. അത് നിനക്ക് അറിയാവുന്ന കാര്യമില്ല. മഞ്ജുമിനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഇനിയിപ്പോ ഒട്ടും കഴിയില്ല. കാരണം ഇഷിതയുടെ ഡോക്ടർ ആരാന്ന് ചോദിച്ചപ്പോ പോലും അതുപോലും കറക്റ്റ് ആയിട്ടാണ് അവള് പറഞ്ഞത്. അല്ലല്ലോ, അവളെ വിശ്വാസമില്ലാത്തോണ്ടാ ഇഷിത പറഞ്ഞത്, നുണ പറഞ്ഞത്. അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവള് കാണിക്കാൻ പോണെന്ന്. പക്ഷെ അവള് കാണിക്കാൻ പോണ വേറെ ഏതോ ഹോസ്പിറ്റലാണെന്നാ എനിക്ക് തോന്നുന്നത്. മഞ്ജുമേനെ അപ്പോഴും അവര് പറഞ്ഞു പറ്റിച്ചു. മഞ്ജുമേനടുത്ത് അവരൊന്നും പറയാൻ പോണില്ല. നിന്റെ കാര്യം മഞ്ജുമ വഴി ഒന്നും നടക്കാൻ പോകുന്നില്ല. അവള് വെറുതെ പൈസ വിഴുങ്ങാൻ മാത്രം കൊള്ളാം. നോക്ക്, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? എനിക്ക് എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണം. എടി മണ്ടി, നീ ശരിക്കും ഒരു പൊട്ടി തന്നെയാണ്. ഇപ്പൊ ഇഷിതയുടെ ഈ ഒരു കുഞ്ഞിനെ നീ ഇല്ലാതായി കഴിഞ്ഞാൽ ഇഷിത വീണ്ടും ഗർഭിണിയാകും. ആ പ്രോസസ് അങ്ങനെയാണ്, വീണ്ടും വീണ്ടും ഗർഭിണിയായിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നീ ഇഷിതയുടെ പുറകിന് പോകോ? അതൊന്നുമല്ല വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ആദ്യം ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റും ബോളിട്ട് വരും കേട്ടോ. ആ മോനെ ആദ്യം ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടന്നാ മതിയോടാ. നിനക്കൊരു കുഞ്ഞിനനിയോ അനിയത്തിയോ ഉണ്ടാവും പോലെ. അതിനൊന്നുമല്ല, നിന്റെ അച്ഛന്റെ സ്നേഹം നിന്റെ കുറയാതിരിക്കാനായിട്ട് നിന്റെ ഡാഡീനെ പോയി നിനക്കിടക്ക് കണ്ടൂടെ? ഇഷിതാമനെ പോയി കണ്ടൂടെ? വെറുതെ കണ്ടാ പോരാ, ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോണം. അത് അങ്കിള് പറഞ്ഞ ശരിയാണ്. ആകാശ്, എന്തിനാ അവനിപ്പൊ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടണം? എടാ, അവൻ പോട്ടിയുടെ നല്ല കാര്യമല്ലേ? അങ്കിള് പറഞ്ഞ ശരിയാണ്. മമ്മിക്ക് എന്താ, അങ്കിള് ഗിഫ്റ്റ് മേടിച്ചു തരാന്ന് പറഞ്ഞാ പിന്നെ പ്രശ്നം എന്താ? അതെ, ഞാൻ നിനക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാം. നീ ഇഷിതാമ്മ അടുത്ത് പോയിക്കോടാ, പോയിട്ട് അവിടേക്ക് ഒന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വാ എന്ന് പറയാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അങ്കിള് നല്ലൊരു ഗിഫ്റ്റിനെ കൊടുക്കണ്ടേ? വേണം. ഒരു ഡയമണ്ടിന്റെ റിങ് കൊടുത്താലോ? ഡയമണ്ടിന്റെ ചെയിൻ എങ്ങാനും. എന്തായാലും ഡയമണ്ട് റിങ് ആണെങ്കിൽ 1,00,000 രൂപയെങ്കിലും വരും. അങ്കിൾ, ആ പൈസ എനിക്ക് താ, ഞാനൊരു ഡയമണ്ട് റിങ് മേടിച്ച് ഇഷിത നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? എന്തായാലും ഞാൻ അവിടെ വരെ പോയിട്ട് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. ആകാശിന് എന്താ ഇതെന്ന് പറയുമ്പോ, അതെ, നിനക്കറിയില്ല, എന്റെ കളി വേറെയാണ്. ഇവനെ വെച്ചിട്ട് എനിക്കൊരു കളിയുണ്ട്. ആകാശ് എന്താ ഉദ്ദേശിക്കണത്? എന്റെ അടുത്തും കൂടി പറ. ഇപ്പൊ എന്തായാലും നിന്നോട് പറയാൻ പറ്റില്ല. പക്ഷെ നീ ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്നെ പോലത്തെ തരികിട പരിപാടിയല്ല, അതുക്ക് മേലെ ഒരു പരിപാടിയാണ് ഈ ആകാശ് പ്ലാൻ ചെയ്യണത് എന്ന് ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട്. രചന ഇങ്ങനെ ആലോചിക്കാണ്, എന്നാൽ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് സാന്ദ്രനെ കാണാൻ വേണ്ടി പോയിരിക്കാട്ടോ. സാന്ദ്ര അടുത്ത് പറയുന്നുണ്ട്, എന്നാലും സാന്ദ്ര, ആ കേസ് പകുതി വഴിക്കച്ച് നിർത്തിയത് ശരിയായില്ല, ഇത്രയേ ഉള്ളൂ സാന്ദ്ര എന്ന് ചോദിക്കുമ്പോ, അയ്യോ മഹേഷ് വിചാരിക്കുന്ന പോലെയല്ല, അതിൻ്റെ ഒക്കെ വേറെ 100 കൂട്ടം കേസാ വന്ന് കിടക്കണത്. പിന്നെ മഹേഷിന്റെ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേഴ്സണൽ അന്വേഷണമാണല്ലോ. പ്രാഞ്ചിന എനിക്ക് കയ്യെ കിട്ടിയതാ, പക്ഷെ പേഴ്സണൽ കാര്യത്തിനായോണ്ട് ഞാൻ ഒരുപാട് പോലീസുകാരുന്ന് കൂടെ കൂട്ടിയില്ല, അതുകൊണ്ട് അവൻ അന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പൊ കുറച്ച് തിരക്കായോണ്ടാ മഹേഷ് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാത്തത്. ഒരു കാര്യം ചെയ്യും, താൻ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യണ്ട, താൻ ആളുടെ പേരും ഡീറ്റെയിൽസും എനിക്ക് താ, ഞാൻ പോയി അന്വേഷിച്ചോളാം. മഹേഷ്, അതത്ര നല്ല സ്ഥലമല്ല, സേഫ് അല്ല. മഹേഷ് ഇപ്പൊ പോയാൽ ശരിയാവില്ല, ഒറ്റക്കൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ല. എടോ, താൻ പറ, അവന്റെ പേരെന്തായിരുന്നു? പരുന്ത് ബ്രാഞ്ച്. അവന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് അയച്ചാ. പിന്നെ അവന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു? അത് നമ്മുടെ ഇന്ന സ്ഥലത്താന്ന് പറയാണ്. ഓക്കെ, ഞാൻ അവിടം വരെ പോകാം. അയ്യോ മഹേഷ്, സൂക്ഷിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ എന്റെ ഫോട്ടോ ഒക്കെ അയച്ചുതരാം. ഇത് പറഞ്ഞിട്ട് പ്രാഞ്ചിയുടെ ഫോട്ടോ മഹേഷിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാട്ടോ സാന്ദ്ര.
മഹേഷ് പറയുന്നുണ്ട് ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പിന്നീട് പോണത് ഈ സാന്ദ്ര പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഗുണ്ടകളുടെ ഒരു ഒളി താവളം ആട്ടോ. അപ്പൊ അവിടെ രണ്ട് ഗുണ്ടകൾ ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നപ്പോ ഒരു ഗുണ്ട പറയണ്ടടാ, ആർക്കാടാ നമ്മുടെ താവളത്തിൽ വരാൻ എത്ര ധൈര്യം, ഏതോരുത്തം വരുന്നുണ്ടല്ലോ, ഇനി പോലീസാണോ എന്ന് ചോദിക്കാണ്. ആ പോലീസ് ആവാനാ ചാൻസ്. എന്നിട്ട് ആ രണ്ട് ഗുണ്ടകളും എഴുന്നേക്കാണ്. ആരാടാ നീ, പോലീസാണോ? അയ്യോ സാറേ ഞാൻ പോലീസ് ഒന്നല്ല. പിന്നെ നീ ആരാടാ, അഭിനയിക്കുന്നോ നീ? അയ്യോ ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നതാ, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. എടാ ഇവനൊന്ന് പരിശോധിച്ചേടാ എന്ന് പറയാണ്. മറ്റേയാള് പരിശോധിക്കുന്നുണ്ട്. ഇതെന്താടാ? അയ്യോ അതെന്റെ ഫോണാണ്. അല്ല നിന്റെ ആവശ്യം എന്താ? ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നതാ. ആരെ? പ്രാഞ്ചിയെ. പ്രാഞ്ചിനെ നിനക്ക് എങ്ങനെയുടെ പരിചയം? അയ്യോ എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്റെ ഒരു സുഹൃത്ത് വഴിയാണ് പ്രാഞ്ചീനെ അന്വേഷിക്കാൻ പറഞ്ഞത്. അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ പ്രാഞ്ചി സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ കൊന്നട്ടെ. അതുപോലെ എനിക്കൊരു സഹായം വേണം. നിനക്ക് എന്ത് സഹായമാടാ വേണ്ടത്? സാറേ ഞാനേ ഇവിടെ സിറ്റിയിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്താം, നല്ല രീതിയിൽ പോകുന്ന ഒരു ഷോപ്പാണ്. പക്ഷെ വേറൊരുത്തൻ അതിന്റെ അടുത്ത് ഒരു ഷോപ്പ് നടത്താൻ തുടങ്ങുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം. എന്റെ കട അടച്ചു പൂട്ടണമെന്നും ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകണമെന്നൊക്കെയാണ് അവൻ പറയണത്. അവന്റെ ഉപദ്രവം കൂടി കൂടി വരുക, വീട്ടിൽ കയറി വരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്ന് ഇല്ലാതാക്കണം, അതിനാണ് എനിക്ക് സഹായം വേണ്ടത്. നിന്നെ പ്രാഞ്ചിക്ക് കാണിച്ചു കൊടുത്താ നീ ഞങ്ങൾക്ക് എന്ത് തരുവാടാ? അയ്യോ നിങ്ങൾക്ക് ഞാൻ ഒരു ടോക്കൺ ആയിട്ട് ഒരു പൈസ തരാം. പ്രാഞ്ചിനെ പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ തരാം. എന്നാ പൈസ എന്ന് പറയുമ്പോ മഹേഷ് ഒരു കെട്ട് നോട്ട് എടുത്ത് കൊടുക്കാട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത് വെച്ചോ, ശേഷം കാര്യം നടന്നതിന് ശേഷം നിങ്ങൾക്കും ഞാൻ പൈസ തരാം. ശരി എങ്കിൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചതിക്കാനെങ്ങാനൊരു പരിപാടിയെങ്കിൽ അയ്യോ നിങ്ങൾ വേണമെങ്കിൽ എന്നെ കയ്യും കാലും കെട്ടിയിട്ട് പ്രാഞ്ചി എടുത്ത് കൊണ്ടുപോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ശരി ശരി നീ വണ്ടിയിലേക്ക് കയറി, പ്രാഞ്ചിയുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങളെ പ്രാഞ്ചിയുടെ ആൾക്കാരാ എന്ന് പറയാണ്. അങ്ങനെ മഹേഷിനെ ഒരു വണ്ടിയിലേക്ക് കയറ്റുവാട്ടോ അവര്. എന്നിട്ട് അവര് നേരെ പോണത് പ്രാഞ്ചിയുടെ അടുത്തേക്കാണ്. അങ്ങനെ മഹേഷിനെ അവിടെ നിർത്തിയിട്ട് പ്രാഞ്ചിനെ അങ്ങോട്ടേക്ക് കയറ്റുവാണ്. പ്രാഞ്ചി മഹേഷിനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്ത് കൊട്ടേഷനാ ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രാഞ്ചിയല്ലേ, പരുന്ത് പ്രാഞ്ചി. അതെ നിനക്ക് എന്നെ മനസ്സിലായോടാ? ആരാടാ നീ എന്നെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കാണ്. നിനക്കെതിരാണ് ഞാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കാട്ടോ. പ്രാഞ്ചിയുടെ കൂടുതലുള്ള ആൾക്കാർ തടയാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ മഹേഷ് അവർക്കിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാട്ടോ. പ്രാഞ്ചി ചോദിക്കണ്ടേ, നിന്നെ എനിക്ക് കണ്ട് പരിചയം പോലും ഇല്ലല്ലോ, നിനക്ക് എന്നെ പരിചയമില്ലേ? ഒരു പ്രാവശ്യം നീ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഒരു കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തത് ഓർമ്മയില്ലല്ലോ നിനക്ക്? അത് എന്റെ ഭാര്യയുടെ വണ്ടിയുടെ ബ്രേക്ക് ആയിരുന്നു. ആ ആക്സിഡന്റിൽ പെട്ടത് ഞാനാണ്. അയ്യോ സത്യമായിട്ട് സാറേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. കാരണം അന്ന് ആ ഒരു ലേഡി ഡോക്ടറെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. പക്ഷെ അതിന്റെ പിന്നെ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ആ ലേഡി ഡോക്ടറെ ഞാൻ കണ്ടിട്ടുമില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അതേടാ ലേഡി ഡോക്ടറിന്റെ ഭാര്യയാണ്, എനിക്കാണ് ആക്സിഡന്റ് സംഭവിച്ചത്. സത്യം പറയടാ, നിനക്ക് ആരടാ ആ കൊട്ടേഷൻ തന്നത്? അല്ലെങ്കിൽ നിന്നെ ഇടിച്ചു പരുത്തി പോലീസിൽ ഞാൻ കൊടുക്കും. അയ്യോ ഞാൻ സത്യങ്ങൾ പറയാമേ, സത്യം പറയാവേ. എടാ നീ മരണത്തിലേക്കുള്ള വഴി നീ തന്നെയാ തുറന്നിട്ടിരിക്കണത്. പറയടാ ആർക്ക് വേണ്ടിയാടാ നീ ആ കൊട്ടേഷൻ എടുത്തത്? അത് സുമി എന്ന് പറഞ്ഞിട്ട് ഒരു മേഡത്തിന് വേണ്ടിട്ടാ. ഓ സുമിക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറഞ്ഞത് ആകാശ് മേനോനായിരിക്കും അല്ലെ? അയ്യോ അല്ല സാറേ, ആകാശ് മേനോ അങ്ങനത്തെ ഒരാളുണ്ടായില്ല. സുമി വേറൊരു സ്ത്രീ ആയിട്ടാ വന്നത്. ആ ഒരു മേഡത്തിനെ വേണ്ടിട്ടാ ഞാൻ കൊട്ടേഷൻ എന്റെ അടുത്തത്. ഏത് മേഡം ആടോ? രചന എന്ന് അവരുടെ പേര്. അത് കേൾക്കുമ്പോ മഹേഷ് ആകെ ഷോക്ക് ആവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യണത്. നാളെ പ്രാഞ്ചിനെയും കൂട്ടിക്കൊണ്ട് രചനയുടെ അടുത്തേക്ക് പോവാണ് മഹേഷ്. എന്നിട്ട് നീ ഇവനെ വെച്ചിട്ട് റെഡി എന്റെ ഇഷിതനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ മഹേഷിന്റെ കൈ ആകാശ് തടയുന്നുണ്ട്. ആകാശിനോട് മഹേഷ് പറയണ്ട്, എടാ നീ കുറിച്ചിട്ടോ, നിന്റെ മരണം ഇവളുടെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.